ഉമ്മച്ചി ഇവിടെ വന്നപ്പോൾ റിൻസിന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മച്ചി തിരിച്ച് വയനാട്ടിലേക്ക് പോണ ദിവസമാണ് ഞങ്ങൾക്ക് അതിന് ടൈം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മാളൂട്ടീൻ്റെ ഇന്നത്തെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഉമ്മച്ചി റിൻസിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു വരുമ്പോൾ കൊണ്ടുവന്നത്. മാളൂട്ടി ഇപ്പം തന്നെ ഉമ്മച്ചി വൈകുന്നേരം വയനാട് പോകുമല്ലോ എന്നുള്ള വിഷമത്തിലാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ദിവാലി സ്വീറ്റ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിൻസിന്റെ വീട്ടിലെത്തി. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. മാളൂട്ടി സ്വന്തം വീട് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അവള് വേറെ ഏതൊക്കെയോ വീടായിരുന്നു കേട്ടോ ഫസ്റ്റ് കാണിച്ചത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവരെ വീട്ടിലെത്തി. അവളും ഉമ്മച്ചി വരുമ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫൈനലി ഇന്നാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. അവൾക്ക് വേണ്ടി നെയ്യപ്പൊക്കെ ഉണ്ടായി കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായിട്ടോ. അവൾ ഉമ്മാനെയൊക്കെ ഓർമ്മ വന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും എന്തോ പോലെ പെട്ടെന്നൊരു വിഷമം. അങ്ങനെ ഞങ്ങൾ വന്നതുകൊണ്ട് അവൾ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എല്ലാ തവണയും റിൻസിന്റെ വീഡിയോയിൽ തന്നെയല്ലേ അവൾ ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോസ് നിങ്ങൾ കാണാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളെ വീഡിയോയിലും കുറച്ച് കാണിക്കാമെന്ന് കരുതി. മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയതുകൊണ്ട് മാളൂട്ടി ഫുൾ ബോറടിച്ച് ഞങ്ങളെ ചുറ്റിപ്പറ്റി കുറേ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചു നേരം പോയി TV ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ടോം ആൻഡ് ജെറി കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് റിൻസി. അങ്ങനെ ഫുഡൊക്കെ ആയി ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയപ്പോഴേക്കും ടേബിൾ ഫുൾ എന്തൊക്കെയോ വിഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സാലഡും പിന്നെ എഗ്ഗും ബിരിയാണിയും ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ മുബികാക്ക് ജിമ്മിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം ഇറങ്ങണം. അപ്പോൾ കുട്ടികൾ വന്ന് അവരെ കണ്ട ഉടനെ ഇറങ്ങാന്ന് കരുതി. മാളൂട്ടിയാണെങ്കിൽ അവർ വന്നപ്പോൾ തന്നെ പോയി നിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെ. എന്തായാലും വന്നതുകൊണ്ട് അവരെയും കൂടെ കണ്ടിട്ട് പോകാന്ന് കരുതി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും അവളെ എനിക്ക് ബിരിയാണിയൊക്കെ പാക്ക് ചെയ്തും തരുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ അവരോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് യാത്ര കുറച്ചിൽ പിന്നെ കുറച്ച് നേരം ഉണ്ടാവുമല്ലോ നമ്മൾ എവിടെ പോയാലും. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. മാളൂട്ടീൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ടാണ് മാളൂട്ടീൻ്റെ മുഖത്ത് ഇത്രയും വിഷമം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഉമ്മച്ചീനെ ബസ് കയറ്റാൻ പിന്നെയും ടൗണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചിയും വയനാട് പോയി ഗൈസ്. വീണ്ടും ഞങ്ങൾ മാത്രമേ